നമസ്കാരം. കുട്ടികൾ ഫോൺ യൂസ് ചെയ്യരുത് എന്നും അത് കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കുമെന്നും കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആയാൽ കുട്ടികളുടെ ജീവന് പോലും ആപത്താണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? ഇത്തരം വാർത്തകൾ കുട്ടികളെ തന്നെ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലയേറിയതാണ് എന്ന് എനിക്കറിയാം. പിന്നെ കണ്ടന്റ് ക്വാളിറ്റി ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ദിവസം, കൂടിപ്പോൽ ഒരാഴ്ച, അത്രയും ദിവസം എങ്ങനെയെങ്കിലും കുട്ടികളെ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തും. അവസാനം സഹികെട്ട് പാരൻസ് തന്നെ അല്പം സമാധാനം കിട്ടാൻ പിന്നെയും ഫോൺ കൊടുക്കും. എന്നിട്ട് പാരൻസിൻ്റെ ഒരു ഡയലോഗും, ഒരാഴ്ച ഞാൻ അവനെ പിടിച്ചു നിർത്തി, ഒരു കാര്യം ഉറപ്പായി, വിചാരിച്ചതിൽ അവരുടെ ഫോണിൻ്റെ ഉപയോഗം നിർത്താൻ കഴിയുമെന്ന്. എന്നാൽ സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അതിലെ നിർദ്ദേശവും ഞാൻ പറഞ്ഞു തരാം. ആധികാരികമായിട്ടും ഒന്നുമല്ലെങ്കിലും ഒരു സാധാരണക്കാരിയായ അമ്മയുടെ കാഴ്ചപ്പാടാണ്. ഇത് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, കൂടുതലായും റീൽസും ഗെയിം ആപ്പുകളും ഇതിലൊക്കെ ആക്റ്റീവായ ഒരു കുട്ടി, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പോലും ഫോൺ ഇല്ലാതെ പറ്റില്ല. എന്നാൽ അത് പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാകുകയില്ല. കാരണം എന്താണെന്നറിയാവോ? കാഴ്ചയിൽ വാശി. ഫോൺ വേണമെന്നൊരു വാക്ക് പോലും അവർ മിണ്ടില്ല. പകരം നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അതായത് എവിടെയെങ്കിലും ഇരിപ്പുറക്കാതെ ഒരു കാര്യവുമില്ലാതെ അവിടെ പോകട്ടെ ഇവിടെ പോകട്ടെ, അത് എടുക്കട്ടെ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാണ്ടങ്ങ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ കുട്ടികളുടെ ആവശ്യം അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. ആ സമയത്ത് കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്താൻ ഫോൺ അങ്ങ് കൊടുക്കും. സത്യമല്ലേ? മിക്ക പാരൻസും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾ അവർ ആഗ്രഹിച്ച കാര്യം മറ്റൊരു വഴിയിലൂടെ നേടി, അത്രമാത്രം. ബ്രില്യൻ്റ് ആണ് ഇപ്പോഴത്തെ മിക്ക കുട്ടികളും എന്ന് നമ്മളൊന്ന് ഓർക്കണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയാം, 100% സക്സസ് ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ആദ്യം കുട്ടികളുടെ മാറ്റം നിരീക്ഷിക്കുക. കുട്ടി ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഉള്ള കാര്യവും, അതായത് അവരുടെ പ്രവൃത്തി സ്വഭാവം, പിന്നെ ഫോൺ ഉപയോഗം തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്കത് ഓർമ്മ വരുന്നില്ല എങ്കിൽ, അതായത് പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫോണിൽ അഡിക്റ്റായ കുട്ടികൾക്കുള്ള പൊതു സ്വഭാവമാണ്, വീട്ടിൽ ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ വീട്ടുകാരുമായി ഒപ്പം ഇരുന്ന് കളിത്തമാശകൾ പറയുമ്പോഴോ ഇത്തരം കുട്ടികൾ പതിയെ പുറകോട്ട് വലിയും. മുന്നിൽ നിൽക്കുമ്പോഴും ആരോടും അധികം സംസാരിക്കുകയില്ല, ആക്റ്റീവ് ആകുകയില്ല. എന്തോ സംസാരിക്കണമല്ലോ എന്ന് കരുതിയിട്ട് സംസാരിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആളെ കാണില്ല. ആ സമയം കൊണ്ട് കൂടെ മറ്റു കുട്ടികൾ ഉണ്ട് എങ്കിൽ അത് കളിക്കുന്ന കുട്ടികളോടൊപ്പം ആവില്ല കേട്ടോ. പകരം ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നവരുടെ കൂടെയായിരിക്കും കൂട്ട്. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഫോൺ യൂസ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതാണ് ഫോൺ അഡിക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തെ ബാധിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് എഴുതാനുള്ള വിഷമം ഉണ്ടാകും. അതേപോലെ അവരുടെ ചിരിമായും, കണ്ണിന് പഴയ പ്രസരിപ്പ് ഉണ്ടാവില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണം, ഭക്ഷണത്തിനോടും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ലക്ഷണങ്ങൾ. എന്നാൽ ഇതൊന്നും അത്ര വേഗം പാരൻസിന് മനസ്സിലാകുകയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ മക്കളുടെ കൂടെ നിഴൽ പോലെ ഇല്ലാത്തത് കൊണ്ടാണ്. ക്ഷമിക്കണം, പാരൻസിനെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാത്തതാവാം. ഈ മാറ്റങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ പഠിക്കാത്തതിന് വഴക്ക് പറയും, കൈയക്ഷരം വൃത്തിയില്ലെങ്കിൽ വഴക്ക് പറയും, ചിരിച്ചില്ലെങ്കിൽ എന്ത് സ്വഭാവമാണ് ഇതെന്ന് പറയും, എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമാണെങ്കിൽ കുട്ടികൾക്ക് മടിയാണ് എന്ന് പറയും. പറയാറില്ലേ നിങ്ങൾ? ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. തുടക്കത്തിൽ തന്നെ നല്ലൊരു കൗൺസിലിംഗ് കുട്ടികൾക്ക് നൽകാൻ ശ്രമിക്കാം. അത് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്നവരുടെ അടുത്ത് നിന്ന് മാത്രമാവണം. പക്ഷേ മിക്ക പാരൻസിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നൽകുന്നതല്ലേ എന്ന്. അത് തെറ്റാണ്. മാത്രവുമല്ല, കുട്ടികൾക്ക് വേണ്ടി നല്ല കൗൺസിലിംഗ് നൽകുന്നവരെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ എത്തുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ആളിൻ്റെ അടുത്തായിരിക്കും. അത് നിങ്ങളെ കൂടുതൽ പിന്നോട്ട് വലിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തരം അഡിക്ഷനും നമ്മുടെ ബ്രെയിനിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും അങ്ങനെ തന്നെ വേണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മക്കൾ ഫോൺ കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നു എന്ന് തോന്നിയാൽ അക്കാര്യം അച്ഛനും അമ്മയും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. കുട്ടികൾ പോലും അറിയരുത്. കാരണം അത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് ദോഷം ചെയ്യും. കുട്ടി കൗൺസിലിങ്ങിന് വിധേയനാകുന്നു എന്ന് മറ്റൊരാൾ അറിയുമ്പോൾ അവരുടെ മനസ്സിൽ തെറ്റായ ചിന്ത വരും. ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുട്ടിയും കൂട്ടി പോകുന്നത് അച്ഛനോ അമ്മയോ ആയിരിക്കണം. പോകുമ്പോൾ കുട്ടി എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വളരെ ശാന്തമായി തന്നെ പറയണം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായി പഠിക്കാനുള്ള കഴിവും ഓർമ്മശക്തിയൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതാണ് എന്ന്.
അടുത്തതായി കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കുക. അവർ പറയുന്ന കാര്യം അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ആദ്യം ഒന്ന് കുട്ടികളെ കൂട്ടി പോകുന്നതിന് മുൻപ് പാരൻസ് പോയി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പിന്നീട് നമ്മുടെ അഭാവത്തിലായിരിക്കും അവർ കുട്ടികളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ 4-5 തവണ പോകേണ്ടി വരും. പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവി രക്ഷപ്പെടും. കാരണം നമ്മളെ കൊണ്ട് കഴിയാത്തത് അവരെ കൊണ്ട് സാധിക്കും. ഇതിനൊപ്പം മക്കളെ ശാസിക്കുകയൊന്നും ചെയ്യാതെ മക്കളെ പറ്റിയുള്ള ആശങ്കകൾ സ്നേഹത്തോടെ മക്കളുമായി ഷെയർ ചെയ്യുക. കുട്ടികൾ മാറും, ഉറപ്പാണ്. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശരിയായ ഉപദേശം ലഭിച്ചാൽ ആരാണ് നന്നാവാത്തത്? ചെറിയ കുട്ടികളാവുമ്പോൾ ആ ഉപദേശം കൂടുതൽ ഗുണം ചെയ്യും. ഫോൺ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നല്ലത്, അനാവശ്യമായി ഉപയോഗിച്ചാൽ മോശമാണ്. ചെറിയ പ്രായത്തിൽ നെഗറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ ചിന്തകളായിരിക്കും കുട്ടികളെ വേഗം സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുളയിലെ അറുത്തു മാറ്റിയാൽ മക്കൾ സുരക്ഷിതരാകും. ഒരു പ്രായം കടന്നാൽ അവർ സ്വയം തിരിച്ചറിയും. എന്നാൽ അതിനുള്ളത് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നൽകേണ്ടത് അത്യാവശ്യമാണ്.